ഹലോ എവ്രി വൺ, വെൽക്കം ടു മാജി ഹാൻഡ്സ് ഓഫ് ദീപ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുകയാണ്. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ഇന്നൊരു സ്പെഷ്യൽ ഒക്കേഷനാണ് ഞങ്ങളുടെ വീട്ടിൽ. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ്. പിന്നെ എൻ്റെ മോളുടെ പിറന്നാളാണ്, അപ്പോൾ അതിൻ്റെ സെലിബ്രേഷൻ വീഡിയോ ആണ് കേട്ടോ ഒന്ന്. അപ്പോൾ ഇന്ന് എൻ്റെ കുട്ടിക്കുറുമ്പിയുടെ പിറന്നാളാണ്. വലിയ കാര്യമായിട്ടുള്ള ആഘോഷങ്ങളൊന്നുമില്ല. കേക്ക് മുറിക്കുന്നുണ്ട്, പിന്നെ ചെറിയ രീതിയിലൊരു സദ്യയുണ്ട്, പായസമുണ്ട് കേട്ടോ. അപ്പോൾ മോള് കേക്ക് മുറിക്കാനൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് അവളുടെ കേക്ക് കേട്ടോ. കേക്ക് മുറിക്കാൻ തുടങ്ങാമല്ലേ? ഹാപ്പി ബർത്ത്ഡേ ടു യു ഇച്ചുകുട്ടി. അപ്പം ഇനി നമുക്ക് സദ്യ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിൽ ഞാൻ എല്ലാ വിഭവങ്ങളൊന്നും കാണിക്കുന്നില്ല, കാരണം വീഡിയോ കുറച്ച് വലുതായി പോവും. അതുകൊണ്ട് ഒന്ന് രണ്ട് സാധനങ്ങളെ കാണിക്കുന്നുള്ളൂ. അവളുടെ ഇഷ്ടപ്പെട്ട വിഭവങ്ങളാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അതിൽ ഇഷ്ടപ്പെട്ടൊരു വിഭവമാണ് നമ്മൾ ഓണത്തിന് ഉണ്ടാക്കുന്ന സദ്യ പരിപ്പ് കറി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പരിപ്പ് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് വേവിക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കതൊന്ന് ഒരു 4-5 വിസിൽ വരുന്നിടം വരെ വേവിച്ച് കൊടുക്കുക. ഇനി നമുക്കതൊന്ന് അതിലേക്ക് കുറച്ച് തേങ്ങ ഒക്കെ അരച്ച് ചേർക്കണം. തേങ്ങയുടെ കൂടെ നമ്മൾ ജീരകവും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും കൂടിയാണ് അരയ്ക്കുന്നത്. അപ്പോൾ ഇത് നല്ലപോലെ വെന്തിട്ടുണ്ട്. അരച്ചെടുത്ത തേങ്ങ നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് കൊടുക്കാം. നമ്മൾ അരപ്പൊന്ന് കഴുകി ഒഴിക്കുമല്ലോ. അപ്പോൾ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. എന്നിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിടുക. ഇനി നമുക്കൊന്ന് കടുക് വറുത്തെടുക്കാം കേട്ടോ. ഇനി ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പാനിലേക്ക്. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം, കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുക് നല്ല പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പരിപ്പ് കറിയിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു ഐറ്റം റെഡിയായി, സദ്യ പരിപ്പ് കറി റെഡിയായി. ഇനി അടുത്തത് നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ പരിപ്പൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് പരിപ്പ് കറിക്ക്. അപ്പോൾ ഇതും ഞാൻ കുക്കറിൽ തന്നെ ഉണ്ടാക്കണം. അപ്പോൾ പച്ചക്കറികളും ഇട്ട് കൊടുക്കാം. അപ്പോൾ കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്, മത്തങ്ങ ഉണ്ട്, കത്തിരിക്ക ഉണ്ട്, ഒരു കഷ്ണം കിഴങ്ങുണ്ട്, ഉള്ളി, തക്കാളി, പച്ചമുളക്, പിന്നെ മുരിങ്ങക്കായ, വെണ്ടയ്ക്ക, വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കായപ്പൊടി ഇട്ട് കൊടുക്കുക. കായപ്പൊടി ഞാൻ കുറച്ച് ഇത്തിരി കൂടുതൽ ചേർക്കും, കാരണം ഇവിടെ കായത്തിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാമ്പാറാണ് കേട്ടോ. ഒരു 3-4 വിസിൽ വേവിച്ച് കഴിയുമ്പോഴത്തേക്കും സാമ്പാർ റെഡിയായി. കുക്കർ സാമ്പാറാണ്. ജോലിക്കൊക്കെ പോകുന്നവർക്കേ പെട്ടെന്ന് ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഒരു സാമ്പാറും ആയി വെച്ചിട്ടുണ്ടെങ്കിൽ ഇഡ്ഡലിക്കും ദോശയ്ക്കുമായി ചോറിനുമായി. ഇനി നമുക്കൊന്ന് താളിച്ച് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എണ്ണ ചൂടാക്കിയിട്ട് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഒന്ന് ഉണങ്ങിയ കറിവേപ്പിലയാണ് കേട്ടോ. പച്ചക്കറിവേപ്പില ഉണ്ടായിരുന്നില്ല, തീർന്നു പോയി, അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തതാണ്. ഇനി നമുക്ക് സാമ്പാർ പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി തൂവി കൊടുക്കാം. ഇവിടെ സാമ്പാറിനും ഒക്കെ മല്ലിയില ഉപയോഗിക്കും. മല്ലിയില ഫാൻസാണ് കേട്ടോ.
അപ്പോൾ നമ്മുടെ ടേസ്റ്റി സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത വിഭവമാണ്, അത് പയറ് തോരനാണ് കേട്ടോ. അപ്പോൾ പയറ് തോരൻ നല്ലപോലെ ചെറുതാക്കി പയറിന് അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു പാന് ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണയും കടുക് ഇട്ട് കൊടുക്കുക. കുറച്ച് അരി, അത് എൻ്റെ പ്രത്യേകതയാണ് തോരൻ വയ്ക്കാൻ, കുറച്ച് അരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എല്ലാ തോരനും അരി ചേർക്കും. പിന്നെ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പയർ ചേർത്ത് കൊടുക്കാം. ഒരു അര സവാളയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒക്കെ കൈയളവാണ് ഉപയോഗിക്കുക. പിന്നെ വീഡിയോ എടുക്കുമ്പോൾ മാത്രം സ്പൂണും കൊണ്ട് വരണമെന്നുള്ളൂ. കൈയളവ് എടുക്കുമ്പോഴാണ് ആ കറക്റ്റായിട്ടുള്ള, നമ്മളങ്ങനെ ചെയ്ത് ശീലിച്ച കാരണം അങ്ങനെ വരുള്ളൂ. ഇനി നമുക്കിതിൻ്റെ അരപ്പൊന്ന് അരച്ചെടുക്കാം. തേങ്ങയും മഞ്ഞൾപ്പൊടിയും, ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും, ഒരു പിന്നെ പച്ചമുളകും. നമുക്ക് അധികം എരിവ് വേണ്ടാത്തതുകൊണ്ട് ഞാൻ എരിവ് കുറച്ച് വയ്ക്കണുള്ളൂ. ഇത് അരച്ചെടുത്ത കൂട്ട് നടുവിലേക്ക് ഇട്ടിട്ട് ആ പയറും കൊണ്ട് തന്നെ ഒന്ന് പൊതിഞ്ഞ് വെച്ച് വേവിക്കുക. അപ്പോൾ നമ്മുടെ പയറ് തോരൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്നും കൂടി അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റും കൂടി വേവിച്ച് കഴിഞ്ഞാൽ പയറ് തോരൻ റെഡിയായി. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത് കൂടാതെ തന്നെ നമ്മളിതിൻ്റെ കൂടെ ഓലൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ പായസം ഉണ്ടായിരുന്നു, പിന്നെ അച്ചാറുണ്ടായിരുന്നു. അങ്ങനെ വിഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാം കൂടി കാണിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ കുറച്ച് ലെങ്തി കൂടി പോകുമല്ലോ. അത് കാരണം 1-2 ഇത് മാത്രമേ വെച്ചിട്ടുള്ളൂ. പിന്നെ നമ്മൾ സദ്യക്ക് ഇലയിലാണ് കൊടുത്തത്. പക്ഷേ ഇല ഒത്തിരി ഉണ്ടായിരുന്നില്ല. എൻ്റെ വീട്ടിലാണെങ്കിൽ ഇലയൊക്കെ ഉണ്ട്. ഇവിടെ അങ്ങനെ ഞാൻ ഇപ്പോൾ താമസിക്കുന്നിടത്ത് അങ്ങനെ ഇലയൊന്നുമില്ല. അപ്പോൾ നമുക്കൊരു പ്ലേറ്റിലേക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചോറും പരിപ്പ് കറി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് 1 സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പയറ് തോരൻ, ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി, ഓലൻ, പിന്നെ അച്ചാറ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഓണത്തിന് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചിപ്സ്, ചീട, ശർക്കര വരട്ടി അതൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കൊണ്ടാട്ടം മുളകുണ്ട്, പിന്നെ പപ്പടം. അപ്പോൾ ഇന്നത്തെ റെസിപ്പീസ് ഇതാണ്, എൻ്റെ മോളുടെ പിറന്നാൾ സദ്യ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പം നമ്മുടെ ഓണം സീരീസിൻ്റെ അടുത്ത എപ്പിസോഡ് ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.